ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ പീക്കോക്ക്, ബേർഡ്സ്, റാബിറ്റിനൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ വഴിക്ക് ആ ഒരു റോഡിൽ നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു ട്രെയിനിൻ്റെ ബാക്കിലയച്ച് ഒരു പീക്കോക്ക് ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ പാർക്കിങ്ങും തിരഞ്ഞിങ്ങനെ പോവാണ്. അത് വേറെ ഒന്നും കൂടി ഉണ്ട്. നല്ല നല്ല രസമാണ് അവിടുത്തെ പ്ലേസും അവിടുത്തെ ബേർഡ്സിനൊക്കെ കാണാൻ. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോയി വണ്ടി അവിടെ പാർക്ക് ചെയ്ത് അങ്ങനെ കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ പീക്കോക്കിനും ബേർഡ്സിനും റാബിറ്റിനും കൺവേഴ്സ് നടക്കുകയാണ്. ഈ പീക്കോക്കിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേക ഒരു ഭംഗിയുണ്ടായിരുന്നു. കുറേ നേരം നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പീക്കോക്കിന് ഫുഡൊക്കെ കൊടുത്ത് അത് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ, ഫുഡ് കഴിക്കുകയാണത്. അങ്ങനെ ചില പീക്കോക്കിനൊന്നും അത്ര വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു ഫുഡ് കൊടുത്തപ്പോൾ. അങ്ങനെ നമ്മൾ ഈ പീക്കോക്കിനായിട്ടും ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഞാൻ ഫുഡ് കൊടുത്തതിൻ്റെ മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ബ്രദറും വന്ന് അങ്ങനെ ബ്രദറും കൊടുത്തിട്ട് ഒന്നും തിന്നണില്ല, പള്ള ഫുള്ളാണെന്ന് തോന്നുന്നത്. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം നമ്മൾ കൈയൊക്കെ കാട്ടി, എൻ്റെ കൈ വരെ കടിഞ്ഞു പോയി. കുറേ നേരം കൈയൊക്കെ കാട്ടി. അങ്ങനെ പീക്കോക്ക് വേറെ സ്ഥലത്തേക്ക് പോയി പേടിച്ച്. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി. അപ്പോൾ പിന്നെയും പേടിച്ച് തിരിഞ്ഞു പോകാൻ ശ്രമിക്കുകയാണ്. കുറേ നമ്മൾ അവിടെ പോയി സൗണ്ടൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് വരുന്നില്ല. ഞാൻ ലാസ്റ്റ് ബാക്കോട്ടൊക്കെ പോയി. എൻ്റെ അമ്മയൊക്കെ നിൽക്കണം അവിടേക്ക്. പിന്നെ ഫുഡ് വാങ്ങി പിന്നെ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പീക്കോക്കിന് നേരമില്ല, പീക്കോക്ക് ഓടാണ് കിടന്നിട്ട്. പിന്നെ നമ്മൾ റാബിറ്റിനെ കണ്ടാൽ ക്യൂട്ടായിട്ടുള്ള റാബിറ്റ് അവിടുത്തെ ലീഫൊക്കെ തിന്നാന്നാണ് തോന്നുന്നത്. ഞാൻ അവിടെ ഒരു ഫുഡ് പോലും കണ്ടിട്ടില്ല. നമ്മളങ്ങനെ അവിടെ കുറച്ച് ഫുഡൊക്കെ ഇട്ടുകൊടുത്തു. അങ്ങനെ അതങ്ങോട്ട് ഓടി പോയി പിടിക്കുകയാണ്. എൻ്റെ ബാക്കിലുള്ളത് വേറെ ഫാമിലിത്തെ ഒരു ഇതാണ്. കുറേ നേരം അവിടെ നിന്ന് പിന്നെ ഈ പീക്കോക്ക് അവിടെ നിന്ന് അനങ്ങണില്ല, പ്രതിമ പോലെ നിൽക്കായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇത് വേറെ ഒരു പ്ലേസ് പോയപ്പോൾ ഈ പീക്കോക്ക് നല്ലോണം തിന്നുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൈ വെച്ച് കയ്യിൽ ഫുഡാക്കി. ഇത് ഞാൻ കൊടുക്കുന്നതാണ് കേട്ടോ. അതൊരു ഇത് കുത്തിയിട്ടുള്ളൂ, ഞാൻ ബാക്കി അവിടെ ഇട്ടോ ഓടി. എനിക്ക് തന്നെ വീഡിയോ കാണുമ്പോൾ ഇതാവണം. ഈ പീക്കോക്കിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ബ്രദറിന് ഭയങ്കര പേടി. പിന്നെ ആ ബേർഡ്സിന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ബേർഡ്സിനെ ഇങ്ങനെ വർപ്പിക്കണമെന്ന്. അതും സാധിച്ച്. നമ്മൾ പീക്കോക്കുകൾ തിന്നാതെ അവിടെ താഴത്ത് വീണ ഫുഡ്സൊക്കെ ഈ ബേർഡ്സാണ് വന്ന് തിന്നിട്ടുള്ളത്. പിന്നെ നേരത്തെ കാണിച്ച ആ പീക്കോക്ക് നല്ല ഇത് പീലി വിടർത്തി. പിന്നെ അതാ അറബിയിൽ എഴുതിയിട്ടുള്ള ബിൽഡിങ്ങാണ് സൈഡിൽ നിന്ന് കാണുന്നത്. അപ്പോൾ നല്ല രസമുള്ള ബിൽഡിങ്ങുകളാണ് അവിടെ ഉള്ളത്. ഒരു സൺസെറ്റ് ആ ഒരു ടൈമായിരുന്നു. ഞാൻ കാണാനുള്ള ആകാശയോടെ ഓടാണ്. അങ്ങനെ ലാസ്റ്റ് കണ്ടുപിടിച്ചു. മൊത്തത്തിൽ ബാക്ക് സൈഡാണ് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് പോവാണ് ഫ്രണ്ടിലേക്ക്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസുകളായിരുന്നു. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ഒരു യോയോൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഒരു വലിയൊരു പ്രതിമ പോലത്തെ ഒരു സാധനം, സ്റ്റീലിൻ്റെ എന്തൊക്കെ ആണ്. അങ്ങനെ അതിന് മുമ്പ് പോയിട്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഞാൻ പിന്നെ ഒരു റീല് പോലെ ഒന്നെടുത്ത് എനിക്ക് തോന്നിയൊരു ബുദ്ധിയാണ്, അപ്പം തോന്നിയൊരു ബുദ്ധിയാണ്. അങ്ങനെ ഞാനതെടുത്ത് ജസ്റ്റ് ഒരു ഇതിൽ നല്ല രസമുണ്ട്. എനിക്ക് തുടങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ആ യോയോൻ്റെ ഇത് ഞാൻ തൊട്ടിരിക്കണം. ആ അറബിയിൽ ഇത് ബിൽഡിങ് കയറിയിട്ട് ഞാൻ തൊടണമെന്നുണ്ട്. ചാവളഞ്ഞ് തൊടാം, ഇനി പോകുമ്പോൾ തൊടാം. പിന്നെ ഞാൻ റോഡ് എടുത്തിട്ട് മതിയാവുന്നില്ല. പിന്നെ നമ്മൾ കാറിൻ്റെ ആ ഭാഗത്തേക്ക് പിന്നെ നടക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒരു നട്ട്സൊക്കെ ഇട്ടുള്ള ഒരു ക്രീമിൻ്റെ ഒരു ബണ്ണും ചായയും കുടിച്ച്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ്.